അടുത്ത ബ്ലാസ്റ്റ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാസ്റ്റ് ഒരിക്കലും ഇലയുടെ തുമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല കരിച്ചിൽ. അത് ബ്ലാസ്റ്റ് വന്ന നെല്ലിൻ്റെ ഇലയുടെ കൃത്യം നടുക്ക് ഒന്നുകിൽ കണ്ണിൻ്റെ ഷേപ്പിൽ, മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഷേപ്പിലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാമ്പില്ലേ, അണലിപ്പാമ്പിൻ്റെ പുറത്തെ പൊട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടോ, പാടുകളില്ലേ, അതേ രീതിയിലുള്ള പാടുകളായിരിക്കും ഇതിന് തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഓല മൊത്തത്തിൽ ചുരുളും. അപ്പോൾ ഈ ബ്ലാസ്റ്റ് കൂടിക്കഴിഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിക്കുമെന്നറിയാം? ഇതിനെ കയറിയിട്ട് കൊലവാട്ടമാക്കിക്കളയും. കതിര് കംപ്ലീറ്റ്, കൊല മുഴുവൻ വാടിപ്പോയിട്ട് മൊത്തം നശിച്ചു പോകും. ഇതിനകത്ത് മെയിനായിട്ടും കാണുന്നത് ഓലയ്ക്ക് വീതി കൂടുതലുള്ള നെല്ലിലാണ് കൂടുതലായിട്ട് ഈ ബ്ലാസ്റ്റ് കയറി പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മനുരത്ന പോലുള്ള വിത്തുകൾ ഈ കൊലവാട്ടത്തിൽ PhD എടുത്തതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതിന് ഓലയ്ക്ക് വീതി കൂടുതലാണ്. ഇപ്പം പുതിയതായിട്ട് പൗർണമിക്കും ഓലയ്ക്ക് ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് പൗർണമിക്കും ഇത് വരുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പം സയൻറ്റിസ്റ്റുകൾ നിൽക്കുന്നത്. അവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതിനും ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അതിനും കണ്ടു തുടങ്ങിയായിട്ട് അറിഞ്ഞു. പിന്നെ ഇതിന് ഓവർ മഞ്ഞ് ഉള്ള സമയത്താണിത് കൂടുതലായിട്ട് സ്പ്രെഡാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ മഞ്ഞിപ്പം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ബ്ലാസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്ലാസ്റ്റിന് ഇപ്പം ഉള്ളതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല 2 കെമിക്കലുകൾ എന്ന് പറഞ്ഞാൽ റൈസോ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അത് 300 ml ഒരേക്കറിന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഫ്യൂജി1 എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഇത് 300 ml. ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ബ്ലാസ്റ്റിനെ പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊലവാട്ടം ഉണ്ടാവും. കൊലവാട്ടം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ നേട്ടമൊന്നും കാണാൻ ഷോ കാണും, പക്ഷേ വിളവ് വരുമ്പോഴത്തേക്ക് ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത്, കണ്ടത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് BLB ആണോ ബ്ലാസ്റ്റാണോ അവിച്ചിലാണോ എന്ത് രോഗമാണെന്ന് കൃഷിക്കാരൻ തന്നെ സ്പോട്ടിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ 90% നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇതിനുള്ള ഈ 2 രോഗങ്ങൾക്കുള്ള കെമിക്കലും എന്താണെന്ന് ഇപ്പം നിലവിലുള്ള നല്ല സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അവിച്ചിൽ രോഗത്തെക്കുറിച്ച് പറയാം.